ഗംഭീര വർക്കാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട്. രണ്ടും അടിപൊളിയാണ്. മമ്മൂട്ടി പറഞ്ഞ പോലെ ഇതുവരെ പുള്ളിനെ കാണാത്ത രീതിയിലാണ് പുള്ളി പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒരു 70 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരാൾ, 50 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചിരിക്കേണ്ട ചിരിയായാലും ഉറക്കാൻ ചാവക്കണതിൽ പോലും വ്യത്യസ്തതയാണ് കൊണ്ടുവന്നേക്കണം. അടിപൊളി പടം, മമ്മൂക്ക തകർത്ത്. അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതൻ, അതേപോലെ തന്നെ അർജുൻ അശോകൻ, അവരെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മമ്മൂക്കയുടെ ഒപ്പം തന്നെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അമാൾഡ എന്ന് പറഞ്ഞ നായിക നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ ആചാരി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നണം കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണത്. പക്ഷെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയൊന്നുമില്ല. അതിഗംഭീരമാണ്. കളർ എന്നുള്ള ഒരു വിഷയം, ഡയറക്ഷൻ അതിഗംഭീരമായിട്ടുണ്ട്. രാഹുൽ സദാശിവന്റെ നല്ലൊരു ഫിലിമാണ്. അതായത് നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ് മലയാളത്തിൽ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഹൊറർ ഫിലിമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ബോളിവുഡിൽ തുമ്പാടൊക്കെ ഉള്ള പോലെ നമ്മൾ വിചാരിക്കും മലയാളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന്. പക്ഷെ ഇത് അതിനെ കടത്തി വെട്ടുന്ന ടൈപ്പ് ഒരു പടമാണ്. അപ്പോൾ ഇതെന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. മമ്മൂക്കയുടെ കിടലും പെർഫോമൻസ് ഉണ്ട്, അർജുന അശോകൻ്റെയും സിദ്ധാർത്ഥ ഭരതൻ്റെ കിടലും പെർഫോമൻസ് ഉണ്ട്. നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, നല്ല ആർട്ട് വർക്ക് ഉണ്ട്, നല്ലൊരു എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുള്ളത്. ഒറ്റ വാക്കിലെന്ന് പറഞ്ഞാൽ ഗംഭീരം. അത് ആരെടുത്ത് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല. എല്ലാവരും അഭിനയിച്ചവരും, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ്, ആർട്ട്, റീ റെക്കോർഡിങ്, എന്തൊരു ഭംഗി എന്ന് പറയുന്നത്. ഭയങ്കര മൂടാണ്. നമുക്ക് ഒഴിച്ചടിക്കുന്നു.